ശ്രീനഗറിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ വീണ്ടും ചേർന്നു. ജിഷ്ണു, നമുക്കറിയാം ഈ ജനാധിപത്യ പ്രക്രിയയിൽ നേരത്തെ ഗൗതം അനന്തനാരായണൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉത്സവം എന്ന് പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ജമ്മു കാശ്മീരിൽ നടന്നത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ പാകിസ്ഥാനിൽ നിന്ന് അടക്കമുള്ള തീവ്രവാദികളെ അങ്ങോട്ടേക്ക് അയച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പല ഘട്ടത്തിലും നടന്നു. പക്ഷേ നമ്മുടെ സുരക്ഷാ സൈന്യം അത് കൃത്യമായി തടയാൻ കഴിഞ്ഞു. വളരെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞു. നാളെ വോട്ടെണ്ണൽ പ്രക്രിയയിലും സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയായിട്ടില്ലേ ജിഷ്ണു കൃഷ്ണൻ? വിനോദ്, തീർച്ചയായും വോട്ടെണ്ണലിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം വോട്ടെണ്ണലിനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ മുൻപ് ജമ്മു കാശ്മീരിൻ്റെ മണ്ണിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് ജനഹിതം അട്ടിമറിച്ച സംഭവങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. അപ്പം അക്രമങ്ങളിലൂടെ ഭയന്നുകൊണ്ട് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ, പ്രചാരണത്തിനെത്താൻ ഭയന്ന കാലം ജമ്മു കാശ്മീരിലുണ്ടായിരുന്നു. 500ഉം 600ഉം വോട്ടുകളുള്ള ബൂത്തിൽ 1ഉം 2ഉം വോട്ടുകൾ മാത്രം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വലിയ മാറ്റം, വിപ്ലവകരമായ മാറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിന്റെ മണ്ണിലുണ്ടായി. വലിയ ജനപങ്കാളിത്തത്തോടു കൂടി തന്നെയുള്ള വോട്ടെടുപ്പ് നടന്നു. തീർച്ചയായും നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ നടന്നിട്ടുള്ളൊരു വോട്ടെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമാണ് നാളെ ജമ്മു കാശ്മീർ കാത്തിരിക്കുന്നത്. ആ ഫലം ഏത് രീതിയിൽ പോയാലും അത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ കശ്മീർ മേഖലയിലെ 47 മണ്ഡലങ്ങളിൽ ഏകദേശം ഭൂരിപക്ഷം മണ്ഡലങ്ങളിലൊരു ഈസി വാക്ക് ഓവർ, ഒരു എളുപ്പമുള്ള വിജയം നാഷണൽ കോൺഫറൻസ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതിന് താളം തെറ്റിച്ചുകൊണ്ടായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, അത് ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒപ്പം MP എഞ്ചിനീയർ റഷീദിൻ്റെയും നേതൃത്വത്തിലുള്ള അവാമി ഇത്തിഹാദ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ പല മണ്ഡലങ്ങളിലും ശക്തരായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നാഷണൽ കോൺഫറൻസിനെതിരെ നിർത്തുകയും ശക്തമായ മത്സരം പല മണ്ഡലങ്ങളിലും ഉണ്ടായി. അതിനപ്പുറത്തേക്ക് ബുഡ്ഗാം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ സ്വാധീനമുള്ള ഹക്കീം യാസീൻ്റെ നേതൃത്വത്തിലുള്ള PDF ന്റെ നേതൃത്വത്തിൽ ആ ബുഡ്ഗാം